അടുത്ത കൊല്ലം ഇതേ സമയമാകുമ്പോൾ നമ്മളെല്ലാം ഇതിനോടകം നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തിയിരിക്കും. ഇപ്പോഴേ കേരള ജനത തങ്ങളുടെ പോളിംഗ് ബൂത്തിലേക്കുള്ള യാത്രയ്ക്കായി ഒരുങ്ങിക്കഴിഞ്ഞു. അവരുടെ മുന്നിലുള്ള ഏക ചോദ്യം തങ്ങളുടെ നിയോജക മണ്ഡലത്തിൽ ആരായിരിക്കും മത്സരിക്കുന്നത് എന്നതാണ്. അതിനുവേണ്ടി ഇവർ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. രാഷ്ട്രീയത്തോട് പ്രതിബദ്ധതയുള്ള കേരളം ഒരു ഭരണമാറ്റത്തിന് ആഗ്രഹിക്കുമ്പോൾ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ തങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പ്രവർത്തിക്കുന്ന പോരാടുന്ന ഒരു സ്ഥാനാർത്ഥിയായിരിക്കും ആഗ്രഹിക്കുന്നത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ്, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നിവ മുന്നണികളെ തങ്ങളുടെ പ്രാഥമിക സ്ഥാനാർത്ഥികളുടെ പട്ടിക പോലും രൂപപ്പെടുത്താൻ ഇപ്പോൾ തടസ്സം നിൽക്കുന്നുണ്ട്. എന്നാലും പൊതുവെ ഒരു ധാരണ വിവിധ മുന്നണികളിലെ ഘടകകക്ഷികൾ ഇതിനോടകം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരു പ്രാഥമിക രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ്. 10 കൊല്ലങ്ങൾക്ക് ശേഷം ഭരണം തിരിച്ചുപിടിക്കാനായി UDF കുറഞ്ഞ പക്ഷം 3 ജില്ലകളിലെങ്കിലും മികച്ച രീതിയിൽ അവിടിവിടങ്ങളിൽ വിജയം കാണേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ ഉരുക്കുകോട്ടയായ മലപ്പുറത്തിന് പുറമെ എറണാകുളം, കോട്ടയം എന്നീ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ കൂടി കോൺഗ്രസ് തങ്ങളുടെ ശക്തി തെളിയിക്കേണ്ടതുണ്ട്. ഇവയിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 14 സീറ്റുകളുള്ള എറണാകുളത്ത് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട സീറ്റുകൾ കൂടി പിടിച്ചെടുക്കേണ്ടതുണ്ട് എന്നതാണ്. പറവൂരിൽ VD സതീശനും, ആലുവയിൽ അൻവർ സാദത്തും, മൂവാറ്റുപുഴയിൽ മാത്യു കുഴൽനാടനും, ചാലക്കുടിയിൽ TJ സനീഷ് കുമാർ ജോസഫും, അങ്കമാലിയിൽ റോജി M ജോണും, തൃപ്പൂണിത്തുറയിൽ K ബാബുവും, എറണാകുളത്ത് TJ വിനോദും എന്നിവരുടെ സീറ്റ് നിലനിർത്തുന്നതിന് പുറമെ കുറഞ്ഞപക്ഷം 3 മണ്ഡലങ്ങളിൽ കൂടി കോൺഗ്രസ് വിജയിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ഇന്നത്തെ കഥാനായകൻ ഡോക്ടർ ജിൻഡോ ജോൺ എവിടെ മത്സരിക്കും, അവസരം കിട്ടും എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നത്. ജിൻഡോയെ കേരളത്തിൽ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായി KSUവിലൂടെ വളർന്നു വന്ന ഇപ്പോൾ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ഈ അങ്കമാലിക്കാരൻ ഏതൊരു സ്ഥാനാർത്ഥി പട്ടികയിലും ഒരു തികഞ്ഞ മുതൽക്കൂട്ടായിരിക്കും. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റും MPhilമുള്ള ജിൻഡോ വിദ്യാർത്ഥിയായിരിക്കെ UC കോളേജ് ചെയർമാനായും പിന്നീട് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പോഷക സംഘടനകളിൽ നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒരു വട്ടം എറണാകുളം ജില്ലാ KSU പ്രസിഡന്റുമായിട്ടുണ്ട്. വിദ്യാർത്ഥിയായിരിക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിനൊപ്പം സ്വയം പര്യാപ്തത നേടാനായി പെയിന്റിംഗ് ജോലിയിൽ ഏർപ്പെടുകയും കോവിഡ് സമയത്ത് തന്റെ നിത്യ ചെലവുകൾക്കായി ഒരു തട്ടുകട നടത്തിയുമാണ് ജിൻഡോ ആ കാലഘട്ടം തള്ളി നീക്കിയത്. ഇത് തെളിയിക്കുന്നത് ജിൻഡോയുടെ ഉള്ളിലുള്ള വേറിട്ട രാഷ്ട്രീയക്കാരനെയാണ്. പൊതുസേവനം നടത്തുമ്പോൾ തന്നെ സ്വന്തം കാലിൽ നിൽക്കണമെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഈ യുവാവ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അറിയപ്പെടുന്ന കോൺഗ്രസിന്റെ ഒരു മുന്നണി പോരാളിയാണ്. ഇതിന് അവസരം നൽകിയത് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ദിനം പ്രതി നടക്കുന്ന ടെലിവിഷനിലെ രാത്രികാല ചർച്ചകളാണ്. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ജനങ്ങളുടെ ഹൃദയം പിടിച്ചടക്കാൻ കഴിഞ്ഞ ജിൻഡോ ഇന്ന് പ്രതിയോഗികൾക്ക് ഒരു പേടി സ്വപ്നമാണ്, പ്രത്യേകിച്ച് CPM വക്താക്കൾക്ക്. ഇവർ പലപ്പോഴും ക്യാപ്സ്യൂൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ ജിൻഡോ ആകട്ടെ ഏതൊരു വിഷയമായാലും അത് കൃത്യതയോടുകൂടി പഠനം നടത്തിയാണ് ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തിരുന്നത്. ഇത് തന്നെയാണ് ജിൻഡോയെ വേറിട്ട് നിർത്തുന്നത്. അതിലുപരി കേരളത്തിലെ ആകമാനം ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുവാനും സഹായിച്ചിട്ടുള്ളത്. ജിൻഡോയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് ഉയർച്ചയിലേക്കുള്ള മറ്റൊരു ചുവടുവയ്പായിരിക്കും. എന്നാൽ ജിൻഡോയ്ക്ക് എവിടെ നിന്ന് മത്സരിക്കാൻ അവസരം കിട്ടുമെന്നുള്ളത് ഇന്ന് ചൂടേറിയ ഒരു ചർച്ചാ വിഷയമാണ്. രാഷ്ട്രീയ നിരീക്ഷകരും ജിൻഡോയുടെ ആരാധകരും ഈ ഉദിച്ചുവരുന്ന നക്ഷത്രത്തിന്റെ സാധ്യതകൾ കോതമംഗലത്താണ് ഇപ്പോൾ കാണുന്നത്. പരമ്പരാഗതമായി UDFൽ ഈ സീറ്റിന്റെ അവകാശി കേരള കോൺഗ്രസ് ആണ്. പക്ഷേ 2021 CPM ആണ് ഇവിടെ നിന്ന് വിജയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് പിടിച്ചെടുക്കാൻ ജിൻഡോയ്ക്ക് കഴിയുമെന്നും അദ്ദേഹത്തെ അവിടെ നിന്ന് മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയർന്നു വരുന്നതും. കോതമംഗലത്തെ ജാതി സമവാക്യങ്ങളും ജിൻഡോയ്ക്ക് അനുകൂലമായി നിലനിൽക്കും എന്നുള്ളതാണ് ഇത്തരം ചർച്ചകളിൽ ഇപ്പോൾ നമ്മൾ ഉയർന്നു കേൾക്കുന്നത്. എറണാകുളം ജില്ലയിൽ സീറ്റുകളെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ മാത്രമേ ഇത്തരമൊരു ആവശ്യം കോൺഗ്രസ് ഉന്നയിക്കുമോ എന്നും അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസ് എങ്ങനെ പ്രതികരിക്കുമെന്നതും അറിയാൻ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഒരു കാര്യം തീർച്ചയാണ്, ഒരവസരം ലഭിച്ചാൽ എവിടെ നിന്നായിരുന്നാലും ജിൻഡോ ജോൺ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് എന്നുള്ളത്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യുവനിരയിലെ ഒരു പ്രമുഖ നേതാവാണ് ജിൻഡോ ജോൺ. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജിൻഡോയ്ക്ക് മത്സരിക്കാൻ ഒരവസരം നൽകിയാൽ അതുതന്നെ കോൺഗ്രസിനും UDFനും ഒരു മുതൽക്കൂട്ടായിരിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.